ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു കുട്ടി ട്രിപ്സ്. അപ്പോൾ പ്രാഗിലെ പാർട്ട് 2 വ്ലോഗാണ് കേട്ടോ ഇത്. നമ്മൾ ഇന്ന് പ്രാഗിലെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് പ്ലേസസിലാണ് പോകാൻ പോകുന്നത്. അപ്പം ഒരു ക്ലൗഡി മോർണിംഗ് ആയിരുന്നു. അപ്പം ക്രിസ്മസ് ഭയങ്കര അടുത്ത് വന്നിരിക്കുന്ന ദിവസമാണ് ഞാൻ ഈ പ്രാഗിലുണ്ടായിരുന്നത്. അപ്പം നമ്മൾ ലാസ്റ്റ് വ്ലോഗിൽ കാണിച്ച ആ ഒരു ക്രിസ്മസ് മാർക്കറ്റാണ് ഇത്. നമ്മൾ വീണ്ടും ക്രിസ്മസ് മാർക്കറ്റ് ഒന്നുകൂടെ കണ്ട് കുറച്ച് നടന്നിട്ട് ഇവിടുത്തെ ഒരു പ്രധാന സ്പോട്ടായിട്ടുള്ള ഓൾഡ് ടൗൺ സ്ക്വയറിലോട്ടാണ് നമ്മൾ നടക്കുന്നത്. നമ്മൾ നൈറ്റ് കണ്ടിട്ടുണ്ടായിരുന്ന ക്രിസ്മസ് മാർക്കറ്റ് ആണ് കേട്ടോ ഇതെല്ലാം. പക്ഷെ ഇത് ഡേ ടൈമിൽ കാണാനും അത്യാവശ്യം നല്ല ഭംഗിയുണ്ടായിരുന്നു. ഫുൾ കംപ്ലീറ്റ് ഓൺ ആണ്. ഫുഡ്സ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങി. ഇത് അത്യാവശ്യം ഒരു ഷോപ്പിംഗ് സ്ട്രീറ്റ് ഒക്കെ പോലെയുള്ള ഒരു സ്ഥലമാണ്. ലാസ്റ്റ് വ്ലോഗിൽ കാണിച്ച പോലെ തന്നെ ഒരുപാട് കനാബിസ് പ്രൊഡക്ട്സും മഷ്റൂമിൻ്റെ പ്രൊഡക്ട്സും ഒക്കെയുള്ള ഷോപ്സുകൾ ഒരുപാട് ഇവിടെ ഉണ്ടായിരുന്നു. നമ്മൾ ഓൾഡ് ടൗൺ സ്ക്വയറിൽ കാണാൻ പോകുന്ന ഒരു സ്ഥലമാണ് ആസ്ട്രോണമിക്കൽ ക്ലോക്ക്. അതിൻ്റെ കുറേ മിനിയേച്ചറും കാര്യങ്ങളും ഒക്കെ ഈ ഒരു സ്ട്രീറ്റിൽ വാങ്ങാനായിട്ട് അവൈലബിൾ ആയിരുന്നു. ഓൾസോ ഗ്ലാസസിൻ്റെ കുറേ ഡെക്കറേറ്റീവ് ഐറ്റംസും ഒക്കെ ഉണ്ട് ഇവിടെ. ഇതൊക്കെ സ്പെഷ്യൽ ആണെന്ന് തോന്നുന്നു, ബിക്കോസ് നമ്മൾ ഒരുപാട് ഷോപ്സിൽ ഇതേപോലത്തെ ഡെക്കറേറ്റീവ് ഐറ്റംസ് ഒക്കെ കണ്ടു. പോകുന്ന വഴിക്ക് ഒരുപാട് ക്രിസ്മസ് മാർക്കറ്റുകളൊക്കെ ഓൾറെഡി ഓപ്പൺ ആയിരുന്നു കേട്ടോ. പിന്നെ ഇതൊരു ഇല്യൂഷൻ ആർട്ട് മ്യൂസിയമാണ്. ഒരു അടിപൊളി ആർട്ടാണ്. നമുക്ക് പുറത്തുനിന്ന് തന്നെ കാണാൻ പറ്റുന്ന ഒരു സംഭവമായിരുന്നു ഇത്. നമ്മൾ ഉള്ളിൽ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാണ് പ്രാഗിൻ്റെ ഓൾഡ് ടൗൺ സ്ക്വയർ എന്ന് പറയുന്ന സ്ഥലം. ഈ ഓൾഡ് ടൗൺ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹിസ്റ്റോറിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പ്ലേസ് ആണ്. അതാണ് ഇതൊരു പ്രാഗിൻ്റെ ഹേർട്ട് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു പ്ലേസ് ആണ്. ഓവർ 10th സെഞ്ച്വറി ഇതിവിടെ ഇങ്ങനെ ഒരു മാർക്കറ്റ് പ്ലേസ് ആയിട്ട് നിൽക്കുന്നു. ഇതും ഒരു മാർക്കറ്റ് മാത്രമല്ല, പ്രാഗിൻ്റെ എല്ലാ സെലിബ്രേഷൻസും കാണുന്നൊരു പ്ലേസും കൂടെയാണ്. ഈ ഒരു ഓൾഡ് ടൗൺ സ്ക്വയറിൽ തന്നെയാണ് ഈ ആസ്ട്രോണമിക്കൽ ക്ലോക്ക് ഉള്ളത്. ഇതാണ് ആസ്ട്രോണമിക്കൽ ക്ലോക്ക്. ഈ ആസ്ട്രോണമിക്കൽ ക്ലോക്ക് എന്ന് പറഞ്ഞാൽ പ്രാഗിൻ്റെ ഭയങ്കര ഒരു ഐക്കോണിക് ആയിട്ടുള്ള ഒരു സ്പോട്ടാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഒത്തിരി അധികം ടൂറിസ്റ്റ് ആൾക്കാർ വന്ന് തിങ്ങി നിറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ എല്ലാ അവറിലും ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. എവറി അവറിൽ ബില്ല് റിങ് ആയിട്ട് ആ ഒരു ഗേറ്റ് ഓപ്പൺ ആയിട്ട് ആ 2 വിൻഡോസിലും കൂടെ നമുക്ക് ഇങ്ങനെ 12 അപ്പോസ്ട്രേൽസ് ഇങ്ങനെ വന്നു പൊക്കോണ്ടിരിക്കും. ജസ്റ്റ് ഒരു 30 സെക്കൻഡ് ഷോയാണിത്. ഇത് കാണാൻ വേണ്ടിയിട്ട് ആ ഒരു ടൈമിൽ എവറി അവറിൽ ആ ബില്ല് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ ഇവിടെ അത് കാണാൻ വേണ്ടിയിട്ട് വന്ന് നിൽക്കുന്നുണ്ട്. ഇത് ജസ്റ്റ് ഒരു ടൈം കാണിക്കുന്ന ഒരു ക്ലോക്ക് മാത്രമല്ല, ഇത് സോഡിയാക് സൈൻസും സൺ മൂണൊക്കെ കാണിക്കുന്ന ഒരു ക്ലോക്ക് കൂടെയാണ്. ഭയങ്കര ഒരു ആസ്ട്രോണമിക്കൽ റിലേറ്റഡ് ക്ലോക്കാണ്. ഈ പ്രാഗിലെ ആൾക്കാർ ഭയങ്കര ഇതിൽ പ്രോ ആയിരുന്നു ഇതുണ്ടാക്കിയ സമയത്ത്. ഇത് ഓൾഡസ്റ്റ് ക്ലോക്കാണ് കേട്ടോ, വേൾഡിൽ വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ക്ലോക്കാണ്. 1410 ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ഈ ഒരു ക്ലോക്ക്. അപ്പോൾ ഇത് കാണാൻ വേണ്ടി അത്രയധികം ആൾക്കാർ ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പം ഇന്ന് ഈ ഓൾഡ് ടൗൺ സ്ക്വയർ ബിസി ആയിരിക്കുന്നത് ക്രിസ്മസ് മാർക്കറ്റുകൾ കൊണ്ടിട്ടാണ്. എപ്പോഴും എന്തെങ്കിലും സെലിബ്രേഷൻസ് ആയിരിക്കും ഈ ഒരു ഓൾഡ് ടൗൺ സ്ക്വയർ ഉണ്ടാവുക. ഓൾഡ് ടൗൺ സ്ക്വയർ കാണാത്ത ഒരു സെലിബ്രേഷനും പ്രാഗിൽ ഉണ്ടാവില്ല.
അപ്പം ഈ ഒരു ക്രിസ്മസ് ടൈമിൽ ഫുൾ കംപ്ലീറ്റ്ലി മെയിൻ ക്രിസ്മസ് മാർക്കറ്റ് എന്ന് പറയുന്നത് ഇത് തന്നെയാണെന്നാണ് എനിക്ക് കണ്ടതിൽ വെച്ച് തോന്നിയത്. ഭയങ്കര വലുതാണ്, ഭയങ്കര ഡെക്കറേഷൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. കുതിരകളെയൊക്കെ കണ്ടോ, നല്ല സൈസുള്ള കുതിരകൾ, ഭയങ്കര വലുതായിട്ടുണ്ട്. മേ ബി അതെന്തെങ്കിലും വ്യത്യാസമുള്ളൊരു കുതിരവല്ല ആയിരിക്കും. സാധാരണ നമ്മൾ നാട്ടിൽ കാണുന്നതും അല്ലെങ്കിൽ ഇവിടെ ആണെങ്കിലും വേറുള്ള കുതിരകൾ ഇത്രയും വലിപ്പമുള്ള കുതിരേനെ കണ്ടിട്ടില്ല. ആ ഒരു കുതിരവണ്ടിൻ്റെ കുതിര ഭയങ്കര സൈസ്, നമ്മൾ ശരിക്കും പേടിച്ചു പോയത് ഇങ്ങനെ കറങ്ങി ഇങ്ങോട്ട് വന്നപ്പോഴേക്കും. കംപ്ലീറ്റ്ലി ഇതെല്ലാം ക്രിസ്മസ് ഡെക്കറേഷൻസ് ആണെങ്കിൽ പോലും ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ബിൽഡിങ്സ് ആണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഒത്തിരി ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും ഭയങ്കര ഡീറ്റെയിലിങ്ങും ഉള്ള ഒരുപാട് ബിൽഡിങ്സും സ്റ്റാച്യൂസും ഒക്കെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ വേൾഡ് വാറിൻ്റെ ടൈമിൽ ഒട്ടും എഫക്റ്റ് ചെയ്യാതിരുന്ന ഒരു സ്ഥലമായിരുന്നു ഈ ഒരു പ്രാഗ് എന്ന് പറയുന്നത്. ഇവിടെ വേൾഡ് വാർ അധികം സംഭവിച്ചിട്ടില്ല, പ്രത്യേകിച്ച് അൺടച്ച്ഡ് ആണ് എന്നാണ് പറയുന്നത് ഇവിടുത്തെ ബിൽഡിംഗ് ഒക്കെ. അതുകൊണ്ട് തന്നെയാണ് ഇവിടുത്തെ ഹിസ്റ്ററി ഇപ്പോഴും നമുക്ക് ആ ഒരു ആ പഴയ അതിൽ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഒന്നും തന്നെ നശിഞ്ഞു പോയിട്ടില്ല വേൾഡ് വാറിൻ്റെ സമയത്ത്. നല്ല കിടിലൻ തണുപ്പത്തും ഇവിടെ ഇഷ്ടം പോലെ ആൾക്കാരാണ് കേട്ടോ ഈ ക്രിസ്മസ് ഡെക്കറേഷൻ കാണാൻ വേണ്ടിയിട്ട്. ഭയങ്കര അടിപൊളിയായിട്ടാണ് ക്രിസ്മസ് ഡെക്കറേഷൻ. നമ്മളിപ്പോൾ ഇവിടെ ഡേ ടൈമിലാണുള്ളത്. അപ്പോൾ ഈ ഒരു വ്യൂ നൈറ്റ് ടൈം എങ്ങനെ ഉണ്ടാവും, അടിപൊളിയായിരിക്കും എന്നാണ് തോന്നുന്നത്. അപ്പോൾ നമ്മൾ എന്തായാലും നൈറ്റ് ടൈമും കൂടെ ഈ ഒരു സ്ഥലത്ത് വരാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത്രയും അടിപൊളി ഡെക്കറേഷൻസ് ആണ് കേട്ടോ ഈ ഓൾഡ് ടൗൺ സ്ക്വയറിൽ അവർ ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ റോഡുകളിലൊക്കെ ഇതുപോലെ കുറേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഹിസ്റ്റോറിക്കൽ കാറുകളൊക്കെ നമ്മൾ കണ്ടു കേട്ടോ. വന്നപ്പോൾ തൊട്ട് റോഡിൽ കാണുന്നുണ്ട്. എനിക്ക് തന്നെ ടൂറിസ്റ്റുകളെയൊക്കെ ആയിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള കാറുകളാണെന്ന് തോന്നുന്നു. കുറേ ക്രിസ്മസ് ഡെക്കറേഷൻസ് ഒക്കെ വെച്ചിട്ടുള്ള കാറുകൾ കണ്ടിരുന്നു. അപ്പം നമ്മളിതാ അടുത്ത സ്പോട്ടിലോട്ട് പോവുകയാണ്. അതാണ് പെട്രിക്സ് ടവർ എന്ന് പറയുന്ന സ്ഥലം. ഇതൊരു ഹില്ലി പ്ലേസ് ആണ്. അത്യാവശ്യം നല്ല ട്രക്കിങ് കാര്യങ്ങളും നമ്മൾ ചെയ്യേണ്ടി വരും. നമ്മൾ വിചാരിച്ചതിലും കൂടുതൽ നടക്കാനുണ്ടായിരുന്നു, ഒരുപാട് സ്റ്റെപ്സ് ഉണ്ടായിരുന്നു. അപ്പം നല്ല ഒരു എന്താ പറയുക, നമ്മളൊരു ടയേർഡാക്കിയ ഒരു സ്പോട്ടായിരുന്നു ഇത്. പക്ഷേ എങ്കിലും തണുപ്പായിരുന്നുകൊണ്ട് അങ്ങനെ ഒരുപാട് ടയേർഡായില്ല. പക്ഷേ ഒബ്വിയസ്ലി ഒരുപാട് സ്റ്റെപ്സ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് നമ്മൾ ഒന്നാറ് വിഷമിച്ചായിരുന്നു. അപ്പോൾ ഇതാണ് പെട്രിക്സ് ഹിൽസിലെ പെട്രിക് ടവർ. ഇത് ഈഫിൽ ടവറിൻ്റെ ഒരു മിനിയേച്ചറായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ടവറാണ്. ഇതൊരു നല്ലൊരു ഹില്ല് ഹൈ സ്പോട്ടിൽ ഇരിക്കുന്നതുകൊണ്ട് തന്നെ ഇവിടുന്ന് നമുക്ക് പ്രാഗിൻ്റെ ഒരു നല്ല വ്യൂ പോയിന്റും ഒക്കെ ഉണ്ട് ഇതിൻ്റെ മേളിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പം പെട്രിക്സ് ടവറിൻ്റെ മേളിലോട്ട് കയറാൻ വേണ്ടിയിട്ടുള്ളൊരു ടിക്കറ്റ് കൗണ്ടറാണ് കേട്ടോ ഇത്. ടിക്കറ്റ് കൗണ്ടർ മാത്രമല്ല, ആ ഒരു ബേസ്മെൻറ്റിൽ ഒരു റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഇത്രയും കയറി വരുമ്പം വേറെ ഷോപ്സും കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടില്ല. ഈ ഒരു ടവറാണ് നമുക്ക് ആകെയുള്ള ഒരു സേഫ് പോയിന്റ് എന്ന് പറയുന്നത്. കാരണം അത്യാവശ്യം നല്ല കോൾഡുള്ള ടൈമായിരുന്നു, നമുക്ക് ഒട്ടും പുറത്തിരിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു വാമായിട്ടുള്ള പ്ലേസിൽ നമുക്ക് ഇരിക്കാനും റെസ്റ്റ് ചെയ്യാനും ഒക്കെ പറ്റുന്ന ഒരു സ്ഥലമാണ്. അവിടെ അത്യാവശ്യം നമുക്ക് ഫുഡ് ഐറ്റംസ് എല്ലാം കിട്ടുന്ന ഒരു സ്ഥലമായിരുന്നു അത്.
പ്രാഗിലെ ഒരു കാമസ്റ്റ് പ്ലേസ് തന്നെയായിരുന്നു കേട്ടോ ഇത്. അധികം ക്രൗഡൊന്നും ഇല്ലാത്ത ഒരു ഹില്ലി ഏരിയ ആയിരുന്നു. ആക്ച്വലി നല്ല ഗ്രീനറി ഉള്ളൊരു പ്ലേസ് ആണ്. ഇപ്പോൾ വിൻ്റർ ബിഗിനിങ് ആയതുകൊണ്ട് തന്നെ ലീഫൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അത്ര ഗ്രീനറി ആയിട്ട് ഫീൽ ചെയ്യില്ല. പക്ഷേ ഇവിടെ നിന്ന് നല്ല ഒരു റെഡ് റൂഫ് പ്രാഗിൻ്റെ ഒരു വ്യൂ അടിപൊളിയാണ് എന്തായാലും. പിന്നെ ഒന്നും കൂടെ നമ്മൾ ക്ലൈംബ് ചെയ്ത് പെട്രിക് ഹിൽസിൻ്റെ ആ ടവറിൽ കയറുവാണെങ്കിൽ ഇനിയും ബെറ്റർ വ്യൂസ് ആയിരിക്കും. നമ്മൾ ടവറിൻ്റെ മേളിൽ കയറിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ പെട്രിക് ഹിൽസ് നിന്ന് ഇറങ്ങി പ്രാഗിൻ്റെ നല്ല സ്ട്രീറ്റ് വ്യൂസിലൂടെ കറങ്ങി നമ്മൾ പോകുന്നത് ഫേമസ് ആയിട്ടുള്ള പ്രാഗ് കാസലിലോട്ടാണ്. പോകുന്ന വഴി അത്യാവശ്യം സ്ട്രീറ്റ് വ്യൂസ് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് നമ്മൾ നടന്നു പോകാമെന്ന് തന്നെയാണ് പ്ലാൻ. കാറിൻ്റെ ഹൈറ്റും ഒക്കെ ഗൗരിൻ്റെയും കാറിൻ്റെയും കൂടെ എത്ര മറ്റേ ഇതില്ലേ പോർഷയോ ചെറിയൊരു കാറില്ലേ അതിൻ്റെയൊക്കെ ഒരു പോലത്തെ ഒരു ലോ ബേസ് കാറ്. Cannabis stories, local craft beer. Welcome to Beer Plus Weed. അങ്ങനെ നമ്മൾ പ്രാഗ് കാസലിൽ എത്തിയിട്ടുണ്ട്. ഇത് ഒരു ലാർജസ്റ്റ് ഏൻഷ്യൻ കാസ്റ്റൽ കോംപ്ലക്സ് ആണ് വേൾഡിൽ തന്നെ. അപ്പം ഭയങ്കര അടിപൊളി ആർക്കിടെക്ചറൊക്കെ ഉള്ള ഒരു കാസലാണ്. നമ്മൾ ഉള്ളിൽ കയറിയിട്ടുണ്ടായിരുന്നില്ല, വീട് നമ്മൾ പുറത്ത് തന്നെയാണ് കൂടുതൽ എക്സ്പ്ലോർ ചെയ്തത്. നമ്മൾ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഒത്തിരി ലേറ്റ് ആവും. പുറത്തുനിന്ന് തന്നെ ആക്ച്വലി നല്ലോണം കാണാനുണ്ട്. അതിൻ്റെ ഒരു ആർക്കിടെക്ചർ ഡീറ്റെയിലിംഗ് ഒക്കെ ഒരു രക്ഷയില്ല. നമ്മൾ വോൾസിലൊക്കെ ഇവിടെ ആക്ച്വലി പെയിൻറ്റിങ് അല്ല, അവർ ഈ വോളിൽ തന്നെ ഇങ്ങനെ എൻഗ്രേവ് ചെയ്തിട്ടുള്ള പോലത്തെ ഡിസൈൻസും കാര്യങ്ങളും ഒക്കെയാണ് ഉള്ളത്. അതൊക്കെ അടിപൊളിയാണ് കേട്ടോ. ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും അത് ഇറ്റ്സ് റിമെയിൻസ് ലൈക്ക് ഭയങ്കര അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ആ ഒരു ദിവസം അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് അത്യാവശ്യം നല്ല സ്ഥലങ്ങളൊക്കെ കണ്ട് ഫുഡൊക്കെ കഴിച്ച് ഫൈനലി നൈറ്റ് നമ്മൾ എത്തിയിരിക്കുന്നത് തിരിച്ച് ബാക്ക് ടു ഓൾഡ് ടൗൺ സ്ക്വയർ ക്രിസ്മസ് മാർക്കറ്റിലോട്ടാണ്. ഇവിടെ അത്യാവശ്യം നൈറ്റ് അടിപൊളി കളർഫുൾ ലുക്കാണെന്ന് നമുക്ക് തോന്നി പകല് കണ്ടപ്പോൾ തന്നെ. അതുകൊണ്ട് നമ്മൾ എന്തായാലും ഈ ഒരു പാട്ട് മിസ് ചെയ്യണ്ടെന്ന് വിചാരിച്ചു. ശരിക്കും ഈ ഒരു ക്രിസ്മസ് മാർക്കറ്റ് ഒരു വാം ആയിട്ടുള്ള ഒരു ഫെസ്റ്റിവൽ മോഡിലോട്ട് തന്നെ എത്തിയിട്ടുണ്ട്. ഈ ഒരു ലൈറ്റും കാര്യങ്ങളൊക്കെ കൊണ്ട് അത്യാവശ്യം നല്ല കോസി വാം ആയിട്ടുള്ള ഒരു ടെമ്പറേച്ചറാണ് കേട്ടോ. ഉള്ളിൽ നല്ല തണുപ്പാണ് എങ്കിലും നമുക്ക് ഭയങ്കര കോസി ഫീലിംഗ് ആണ്. ആൻഡ് ഓൾസോ നല്ല ഫുഡിൻ്റെ സ്മെല്ല്, നല്ല വൈൻ, ഹോട്ട് വൈൻ, റോസ്റ്റഡ് നട്ടിൻ്റെയൊക്കെ ഭയങ്കര ഒരു സ്മെല്ലുള്ളൊരു ഏരിയ ആയിരുന്നു ആ ഒരു ക്രിസ്മസ് മാർക്കറ്റ് അറ്റ് ദാറ്റ് മൊമെൻറ്റ്.
അപ്പം നമ്മൾ അതൊക്കെ എൻജോയ് ചെയ്ത് ഒത്തിരി അവിടെ ടൈം നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നൈറ്റ്. അപ്പം ഈ ഒരു ക്രിസ്മസ് നൈറ്റിനെ കൂടുതൽ സ്പെഷ്യലാക്കിയത് എൻ്റെ ഒരു കോളേജ് ഫ്രണ്ടിനെ ഞാൻ ഇവിടെ മീറ്റപ്പ് ചെയ്തു എന്നുള്ളതാണ്. നമ്മുടെ കൂടെ നാട്ടിൽ പഠിച്ച ഒരു ഫ്രണ്ടിനെ നമ്മൾ വേറൊരു കൺട്രിയിൽ മീറ്റ് ചെയ്യുമ്പം അതൊരു സ്പെഷ്യൽ ഹാപ്പിനെസ് ആണ്, ഒരു സ്പെഷ്യൽ ഫീലിംഗ് ആണ്. അതൊരു ഭയങ്കര ഒരു ഡ്രീം കം മൊമെൻ്റ് ആണ്. നമ്മളൊക്കെ കുറേ ഡ്രീം കണ്ടിരുന്ന കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതിലൊരു കാര്യം നമ്മളിന്ന് ജസ്റ്റ് ടിക്ക് ചെയ്ത പോലെ ഫീൽ ചെയ്തു. അപ്പം ഇതെൻ്റെ ഒരു കോളേജ് ഫ്രണ്ടാണ്, ഞങ്ങളുടെ സ്വന്തം റേ. തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിൻ കോളേജിൽ വന്ന് പഠിച്ച് നമുക്ക് കിട്ടിയ ഒരു ഫ്രണ്ട്ഷിപ്പാണ്. അപ്പം ഈ ഒരാൾ ഇപ്പം പ്രാഗിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇവിടെ വന്നിട്ട് എൻ്റെ ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാൻ പറ്റിയത് ഭയങ്കര ഒരു സ്പെഷ്യൽ പാർട്ട് ഓഫ് ദ ട്രിപ്പാണ് എനിക്ക് ഫീൽ ചെയ്തത്. കളഞ്ഞു കിട്ടിയ പ്രാഗിൽ നിന്ന് കളഞ്ഞു കിട്ടിയ പഴയ കുട്ടികൾ കഴിക്കോ? ആരെങ്കിലും ഒക്കെ എടുത്ത് കഴിക്കോ? നോക്കട്ടെ. പുക വാർന്ന് ഇത്ര നേരം നമ്മളോടൊന്നും സ്ഥലമല്ല. Last one. 가만히. 앞으로 해봐, 앞으로 해봐. Yes, next. കാണാമോ? കൊച്ചിന്റെ ഇ게 ഷാനെ തലയിൽ പിടിച്ചോട്ടെ. 하나 더 찍자. 하나, 둘. Stay. 오케이. 하나, 둘, 셋. അപ്പം ഓൾമോസ്റ്റ് ബിഫോർ വൈൻഡപ്പിങ് എ ഡേ നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു സ്ഥലം കൂടെ പെട്ടെന്ന് നോട്ട് ചെയ്തു. ഒരു ക്യൂരിയോസിറ്റീൻ്റെ പുറത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഉള്ളിൽ കയറി. നമ്മൾ ഒരു കുറച്ച് ഓക്വേർഡ് ആയിരുന്നു പോകാൻ വേണ്ടിയിട്ട്. പക്ഷേ ഒത്തിരി ആൾക്കാർ ഭയങ്കര ക്രൗഡഡ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പം നമ്മളും ജസ്റ്റ് കയറി നോക്കി. അതൊരു സെക്സ് മ്യൂസിയം ആയിരുന്നു. നമ്മൾ ഉള്ളിൽ ടിക്കറ്റ് ഒന്നും എടുത്ത് കയറി മ്യൂസിയം വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അവർ അതിന് പുറത്ത് കുറച്ച് ആൾക്കാരെയൊക്കെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടെസ്റ്റർ മിഷൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു ചെയറാണ്. നമ്മൾ ആ ചെയറിൽ ഇരുന്നിട്ട് വാട്ട് കൈൻഡ് ഓഫ് പേഴ്സൺ യു ആർ ഇൻ ദിസ് എന്നുള്ള രീതിയിൽ ചെക്ക് ചെയ്യുന്നൊരു സാധനം. അപ്പം നമ്മൾ അത് ഇങ്ങനെ ട്രൈ ചെയ്തു. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഒരു യുണീക്ക് എക്സ്പീരിയൻസ് ആയിരുന്നു സംഭവം.
അങ്ങനെ ഇതാ പ്രാഗിലെ ലാസ്റ്റ് ഡേ എൻഡ് ചെയ്യുവാണ്. നമ്മൾ അത്യാവശ്യം ഷോപ്പിങ്ങും സോവനിയർ കളക്ഷനും ഒക്കെ ചെക്ക് ചെയ്ത് നമ്മൾ കുറച്ച് നൈറ്റ് വ്യൂസ് എല്ലാം കണ്ട് അങ്ങനെ കുറച്ച് നേരം റിലാക്സ്ഡ് ആയിട്ട് നടന്നു. അങ്ങനെ ഈ ഒരു ട്രിപ്പ് അടിപൊളിയായിരുന്നു. നമ്മൾ ഒരുപാട് നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്തു. പിന്നെ ക്രിസ്മസ് വൈബ്സ്, ക്രിസ്മസ് മാർക്കറ്റ്, പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാൻ പറ്റിയത്. അങ്ങനെ ഈ ഒരു ട്രിപ്പ് ഭയങ്കര മെമ്മറബിൾ ആയിട്ടുള്ള ഒരു ട്രിപ്പ് തന്നെയായിരുന്നു. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ഹോപ്പ് യു ഗൈസ് ലൈക്ക് ദിസ് വ്ലോഗ്. ആൻഡ് പ്രാഗും ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എൻ്റെ ഫസ്റ്റ് പാർട്ട് വ്ലോഗ് കണ്ടിട്ടില്ലാത്തവർ പ്ലീസ് ഡു ചെക്ക് ഔട്ട് ദ പാർട്ട് 1 വ്ലോഗ് ഓഫ് പ്രാഗ്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.